ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓ ഫോർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് കോൺട്ട്മാൻ എന്നാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആൽഗോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ ബ്രോക്കറായിട്ട് ലിങ്ക് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാം. അടുത്ത വീഡിയോസുകളിൽ നമ്മൾ ഇതിലെങ്ങനെയാണ് ഓരോ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബേസിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് കാണാം. അപ്പോൾ ഡാഷ്ബോർഡിൽ നമുക്കിവിടെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആൽഗോസ് നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൽഗോസിൻ്റെ ആ ഒരു റണ്ണിങ് സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ സാമ്പിൾ സ്ട്രാറ്റജീസ് ഉണ്ട്, അതായത് കോൺട്ട്മാൻ തന്നെ കുറച്ച് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഡിപ്ലോയിഡ് സ്ട്രാറ്റജീസ് ഉണ്ട്, നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻ ബിൽഡേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ആൽഗോസ്. നമുക്കിവിടെ ബുൾ കോൾ സ്പ്രെഡ് ഉണ്ട്, ബിയർ കോൾ സ്പ്രെഡ് ഉണ്ട്, ഷോർട്ട് സ്ട്രാങ്കിൾ, അയൺ ബട്ടർഫ്ലൈ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതനുസരിച്ച് നമുക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ മൈ സ്ട്രാറ്റജീസിലുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഫോൾഡർ വൈസ് വേണമെങ്കിൽ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് സ്ട്രാറ്റജി, ഇവിടെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് ബാക്ക് ടെസ്റ്റും ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഒരു ORB സ്ട്രാറ്റജി നമുക്കിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിഫ്റ്റിയിൽ നോക്കാം. ഞാൻ ജസ്റ്റ് നിഫ്റ്റിയാണ് നോക്കുന്നത്, ജസ്റ്റ് ORB. ഓക്കെ, ഇവിടെ ഇക്വിറ്റി ഇൻഡെക്സിൽ നമുക്ക് ജസ്റ്റ് നിഫ്റ്റി തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇക്വിറ്റി ഇൻഡെക്സ് ഉണ്ട്, ഫ്യൂച്ചർ ഓപ്ഷൻ ഉണ്ട്. ഫ്യൂച്ചർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് സെലക്ട് ചെയ്യുക. ഇക്വിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ആഡ് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇവിടെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ വരും വീഡിയോസിലൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓരോ സ്ട്രാറ്റജി ആയിട്ട്. ഇപ്പോൾ നമ്മൾ ORB സ്ട്രാറ്റജി മാത്രമാണ് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് റേഞ്ച് ബ്രേക്കൗട്ട് കൊടുക്കാം. ഇപ്പോൾ റേഞ്ച് ബ്രേക്കൗട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ഇൻ്റർവൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 9:15 മുതൽ 9:45 വരെയുള്ള ജസ്റ്റ് സെലക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ. അപ്പോൾ 9:15 മുതൽ 9:45 വരെയുള്ള ഹൈയും ലോയാണ് ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് സേവ് കൊടുക്കാം. വീണ്ടും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കറണ്ട് ക്യാൻഡിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എത്ര മിനിറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ക്യാൻഡിലിൻ്റെ ടൈം. ഞാൻ ജസ്റ്റ് 1 മിനിറ്റ്, അതായത് 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ആ 9:15 ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്താലാണ് എൻട്രി വരേണ്ടത്. ആ ഒരു കണ്ടീഷനാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇത് നമുക്കിവിടെ എൻട്രി വെൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ വെച്ചാൽ കറണ്ട് ക്രോസ്ഡ് എബോ റേഞ്ച് ബ്രേക്കൗട്ട് ഹൈ. ഇപ്പോൾ റേഞ്ച് ബ്രേക്കൗട്ട് ഹൈന് മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കണ്ടീഷൻ ആഡ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ സാധാരണ കാണാറുണ്ട് 9:15 മുതൽ 9:45 വരെയുള്ള ഹൈ ജസ്റ്റ് ഒരു 9:50 ജസ്റ്റ് ബ്രേക്കൗട്ട് ചെയ്ത് താഴേക്ക് വരാറുണ്ട്. നമുക്കൊരു 10 മണിക്ക് ശേഷം എൻട്രി മതിയെങ്കിൽ നമുക്ക് ടൈം ഓഫ് ദി ഡേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യാം. എബോ 10, അതായത് 9:15 മുതലുള്ള 9:45 ഒരു ഹൈ അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എൻട്രി വരുന്നത് 10 മണിക്ക് ശേഷം. നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കുമ്പോൾ 10 മണിക്ക് ശേഷം ആ റേഞ്ച് എപ്പോഴാണ് ബ്രേക്കൗട്ട് ചെയ്യണത് അപ്പോഴായിരിക്കും നമുക്ക് എൻട്രി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 9:45 ശേഷം എൻട്രി വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ബഫർ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എക്സിറ്റ് വേണം. അപ്പോൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ കറണ്ട് ക്രോസ്ഡ് ബിലോ റേഞ്ച് ബ്രേക്കൗട്ട് ലോ, ആ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം. ഇനി ഇവിടെ താഴെ നമുക്ക് ആ ഒരു എൻട്രി എടുക്കുന്ന പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കൊടുക്കാം. സ്പോട്ട് പ്രൈസ് ആണെങ്കിൽ സ്പോട്ട് ബേസ്ഡ് ATM അല്ലെങ്കിൽ ITM സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രീമിയം ബേസ് ആണെങ്കിൽ ആ പ്രീമിയം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്യൂച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഫ്യൂച്ചർ സെലക്ട് ചെയ്യണം ഒരു ലോട്ട്. ഇനി ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ആണ് പെർസെൻറ്റേജ് വൈസ് ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, പോയിൻറ്റ്സ് വൈസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സ്പോട്ട് പോയിൻറ്റ്സ് സ്പോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് എത്ര രൂപ വൈസ് ആണെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നമുക്ക് റീ എൻട്രി വേണമെങ്കിൽ എപ്പോഴാണ് റീ എൻട്രി ജസ്റ്റ് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിലേ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഡിലേ ചെയ്യാം. ഇമ്മീഡിയറ്റ്, അതായത് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് വീണ്ടും അപ്പോൾ തന്നെ എൻട്രി ആവുന്നതാണ്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ആ ഒരു ലെവൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻട്രി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. രണ്ട് താഴെ ട്രാൻസാക്ഷൻ ടാർഗറ്റും ഉണ്ട്, ഡെയിലി ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ
ഓരോ ട്രേഡിലുള്ള പ്രോഫിറ്റ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഡെയിലി ടാർഗറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എത്ര പ്രോഫിറ്റ് എത്ര ലോസ്, അത് കഴിഞ്ഞ് ആ ഒരു ആൽഗോ പിന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 3000 ആണെങ്കിൽ നമുക്ക് 3000 കൊടുക്കാം. ഓക്കെ, ഈ മാക്സിമം ട്രാൻസാക്ഷൻ പെർ ഡേ, അപ്പോൾ നമുക്ക് എത്ര ട്രാൻസാക്ഷൻ ഒരു ദിവസം സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2 ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് 2022 മുതൽ നമുക്ക് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, കണ്ടോ, ഒരു പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വിന്നിങ് പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ആവറേജ് ലോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കൊല്ലം വന്ന പ്രോഫിറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഓരോ മാസത്തെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ഇവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഇത് നമ്മൾ മൈ സ്ട്രാറ്റജീസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ കോപ്പി ആൻഡ് എഡിറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബട്ടൺ വന്നിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം, എന്നാൽ മാത്രമാണ് ഇത് ആക്റ്റീവ് ആവത്തുള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ഒരു 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇത് നമുക്ക് ഈ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് എത്ര പോയിൻറ്റ് മൂവ്മെൻറ്റ് വരുമ്പോഴാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം ഒരു 50 പോയിൻറ്റ് മൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റ് വരണം. അതായത് 50 പോയിൻറ്റ് മൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റ് വരും. കാരണം നമ്മൾ 30 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്, അത് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരും. പിന്നെ ഇവിടെ നിന്ന് ഓരോ എത്ര പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ട്രെയിൽ ചെയ്ത് പോകണം. ഒരു 5 പോയിൻറ്റ് വെച്ചിട്ട്, അതായത് 55, 60 പോയിൻ്റൊക്കെ വരാമെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ് വെച്ച് ട്രെയിൽ ചെയ്ത് പോകണം, 2. ഓക്കെ, അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 50 പോയിൻറ്റ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 30 പോയിൻറ്റ് മുകളിലേക്ക് കയറി കോസ്റ്റ് ടു കോസ്റ്റ് വരും. പിന്നെ അവിടുന്ന് ഓരോ 5 പോയിൻറ്റ് കയറുന്നതനുസരിച്ച് 2 പോയിൻറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകും. അങ്ങനെ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസോട് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കി വയ്ക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു 300 പോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് ലൈവിലേക്ക് വേണമെങ്കിൽ ലൈവ് കൊടുക്കാം. നമുക്ക് അത് വേണമെങ്കിൽ പേപ്പർ ട്രേഡ്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താലും ഇത് കുറച്ച് നാൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം അത് ലൈവ് മാർക്കറ്റിലുള്ള വർക്കിംഗ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റിയൽ ട്രേഡ് ചെയ്ത് നോക്കാവൂ. നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ അടുത്ത ദിവസം മുതൽ ആ ഈ സ്ട്രാറ്റജി റൺ ചെയ്യുന്നതാണ്. നമ്മുടെ മൈ സ്ട്രാറ്റജി പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അത് ബ്രേക്കൗട്ട് ചെയ്യാൻ ബേസ് ചെയ്തിട്ട് അത് എൻട്രി എടുക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് കൊടുത്തിട്ട് എഡിറ്റ് റൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഹൈ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ബൈ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി സെല്ല് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെല്ലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റിൽ അഡ്വാൻസ് എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് താഴേക്ക് വരുമ്പോൾ ഇത് കേസ് 1 ആണ്. ആഡ് കേസ് എന്ന് കൊടുക്കാം ഒന്നുകൂടി. ഇനി വേണേൽ എൻട്രി അതെപ്പോഴാണ് നോക്കാം. കറണ്ട് ക്ലോസ്ഡ് ബിലോ, ഓപ്പൺ റേഞ്ച് ലോ, പിന്നെയും കണ്ടീഷൻ കൊടുക്കാം. ടൈം ഓഫ് ദ ഡേ ഈസ് എബോ 10 o'clock കഴിഞ്ഞാൽ എൻട്രി മതിയെങ്കിൽ അത് കൊടുക്കാം. ഇനി സേവ് ചെയ്യാം. ഇനി അടുത്ത എക്സിറ്റ്, കറണ്ട് ക്ലോസ്ഡ് എബോ, ഓപ്പൺ റേഞ്ച് ഹൈ, സേവ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ സെലക്ട് ചെയ്യാം, ബൈ ഉള്ളത് സെല്ലാക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്.
ഇത് നമുക്ക് അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ കൂടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബൈ വന്നാലും സെല്ല് വന്നാലും നമുക്കിവിടെ എൻട്രി എടുക്കുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിങ്ങനെ സ്ട്രാറ്റജീസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കിത് പ്രൈവറ്റ് ഉള്ളത് പബ്ലിക് ആക്കാം. പബ്ലിക് ആക്കി കഴിഞ്ഞിട്ട് ഈ മുകളിലത്തെ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നമുക്കിത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഇത് പ്രൈവറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കോൺമാൻ ഉപയോഗിച്ചിട്ട് നല്ല നല്ല സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് അത് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നമുക്ക് റിയൽ ട്രേഡിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു കോൺമാനിൽ നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറിൻ്റെ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കിവിടെ ഫയേഴ്സിൻ്റെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മുടെ ബ്രോക്കർ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫയേഴ്സ് ആയതുകൊണ്ടാണ് ഫയർ സെലക്ട് ചെയ്യാണ്. ലോഗിൻ വിത്ത് ബ്രോക്കർ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ ഫയേഴ്സിൻ്റെ ID നമ്മളിവിടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫയേഴ്സിൻ്റെ API ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഫയേഴ്സിൻ്റെ APIയിലേക്ക് പോകുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ക്രിയേറ്റ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ആപ്പ്. ഇനി അവർ പറയുന്നുണ്ട്, ഓരോ സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആപ്പ് നെയിം കോൺമാൻ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. ആപ്പ് നെയിം ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. അടുത്ത് ഡയറക്റ്റ് URL. അപ്പോൾ അതും പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാം, അതോടെ പേസ്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ അതും കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വെബ് ഹുക്ക് URL അത് കോപ്പി ചെയ്യാം, വെബ് ഹുക്ക് URL പേസ്റ്റ് ചെയ്യാം. വെബ് ഹുക്ക് സീക്രട്ട് അത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. വെബ് ഹുക്ക് പ്രിഫറൻസ് പെൻഡിങ് റിജക്റ്റഡ് ക്യാൻസൽഡ് ട്രേഡ്. പെൻഡിങ് റിജക്റ്റഡ് ക്യാൻസൽ ട്രേഡ് ലാസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ആപ്പ് പെർമിഷൻ ഉണ്ട്. പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഇൻഫോ, ഓർഡർ പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഐ അക്സെപ്റ്റ് API യൂസേജ് ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ആപ്പ് ID കൊടുക്കാം. രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ആപ്പ് ID കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ID വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ സീക്രട്ട് ID കൊടുക്കാം. അതിവിടെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇനി ഒതൻറ്റിക്കേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അക്സെപ്റ്റ് എന്ന് കൊടുക്കാം. ഈ ബോക്സ് ക്ലിക്ക് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മുടെ ബ്രോക്കറോട് സെലക്ട് ചെയ്യാം, ലോഗിൻ വിത്ത് ബ്രോക്കർ കൊടുക്കാം. നമ്മുടെ ID ക്ലിക്ക് ചെയ്യാം, ലോഗിൻ കൊടുക്കാം. ഓക്കെ, ഇനി എഗ്രി കൊടുക്കാം. ഇത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആ ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഫയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം ഈ കോൺമാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ലിങ്ക് ആവണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്രോക്കർ ഇൻറ്റഗ്രേഷൻ ലിങ്ക് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ ബൈ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ബൈ പ്ലാനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ കൂപ്പൺ കോഡ് ഉണ്ട്. അത് ജസ്റ്റ് നിക്കോളാസ് 15 N ക്യാപിറ്റൽ ആയിരിക്കണം. അതിനുശേഷം അപ്ലൈ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏത് പ്ലാൻ എടുക്കണം അതിൻ്റെ ഒരു 15% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്.
അപ്പോൾ ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.